നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പൊങ്കൽ. നമ്മുടെ ഈ പൊങ്കൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇത് ഹെൽത്തിയുമാണ്, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഫില്ലിങ്ങുമായിരിക്കും. ഇതിലേക്ക് 1 കപ്പ് പച്ചരി വേണം. ബാസ്മതി റൈസോ സോന മസൂരിയോ ജീരക സാമ്പയോ ഏത് വേണമെങ്കിലും എടുക്കാം. 1/2 കപ്പ് ചെറുപരിപ്പ് വേണം. മൂങ് ദാലാണ് ഇത്. പിന്നെ ഇതിലേക്ക് നട്ട്സ് എന്ത് വേണമെങ്കിലും ചേർക്കാം. കാഷ്നട്ടാണ് കൂടുതലായിട്ടും ചേർക്കുന്നത്. ഞാനിതിൽ ബദാമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കറിവേപ്പിലയും 1 ഇഞ്ചി ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും നമ്മുടെ ഈ റെസിപ്പിക്ക് വേണം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കാം നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരിയും നമ്മുടെ മൂങ് ദാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതൊരുപാട് നേരം ഇട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഈ പരിപ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊന്ന് വന്നാൽ മതി. നമ്മൾ ഈ പരിപ്പൊക്കെ ഒന്ന് വറക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു നല്ല മണം വരും. അതുവരെ മാത്രം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പരിപ്പിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാൻ ഇതേപോലെ ഒരു ബൗളിലിട്ടിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു 2-3 തവണ ഒന്ന് കഴുകിയെടുക്കണം. ഞാനിതൊരു ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം സോട്ടേ മോഡ് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് പ്രഷർ കുക്കറിലും ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണയോ നെയ്യോ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടെ നമുക്ക് ജസ്റ്റ് 1 മിനിറ്റ് അടുത്തൊന്ന് വഴറ്റിയെടുക്കാം. പ്രഷർ കുക്കറിലാണെങ്കിലും ഇതേ സെയിം സ്റ്റെപ്സാണ്. കുക്കറിൽ നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് ഇതേപോലെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കുറച്ച് കായപ്പൊടിയോടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യമേ ഇത് വറുത്തിട്ടാണ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതൊക്കെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ 1 കപ്പ് അരിയും 1/2 കപ്പ് പരിപ്പുമാണ് എടുത്തത്. അപ്പം 1.5 കപ്പ് മൊത്തത്തിലുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു 4.5 മുതൽ 5 ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കണം. ഏത് കപ്പിലാണോ നമ്മൾ അരിയും പരിപ്പും അളന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം ഒഴിക്കണേ. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടാം. ഇനി നമ്മൾ സോട്ടേ മോഡ് ഓഫ് ചെയ്തിട്ട് പ്രഷർ കുക്ക് മോഡ് ഓൺ ചെയ്ത് 5 മിനിറ്റ് പ്രഷർ കുക്ക് മോഡിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് പ്രഷർ കുക്കറിലാണെന്നുണ്ടെങ്കിൽ 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇപ്പോൾ 5 മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട്
ഈ പ്രഷർ ഒന്ന് റിലീസ് ചെയ്ത് വിടണം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ നമ്മുടെ പൊങ്കലിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് കുഴഞ്ഞിരിക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് പൊങ്കലിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ഒഴിക്കുന്നതിലും വെള്ളം കൂടുതൽ ഒഴിച്ചതും നോർമൽ വെക്കുന്ന ചോറൊക്കെ വേവുന്നതിനേക്കാളും കൂടുതൽ നേരം നമ്മളിത് വേവിച്ചെടുത്തതും. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. പ്രഷർ കുക്കറിൽ നമുക്കിത് 4 വിസിൽ മതിയാവും. 4 വിസിലിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ആയാലും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഈ നട്ട്സൊക്കെ ഒന്ന് വറുത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇറങ്ങും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുരുമുളക് പകുതി ഒന്ന് ചതച്ച് ചേർക്കാം. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഒരു നല്ല എരിവും നമ്മുടെ ഈ ഒരു പൊങ്കലിൽ കിട്ടും. ഇപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് കടിക്കുമ്പോൾ. ഞാനിപ്പോൾ ഇത് ചതച്ചിട്ടില്ല, ജസ്റ്റ് മുഴുവനായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇത് നെയ്യിൽ വറുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനിത് എണ്ണയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നട്ട്സും കുരുമുളകും ജീരകവും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊങ്കലിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊങ്കലിലൊക്കെ എപ്പോഴും ഏറ്റവും ടേസ്റ്റ് തരുന്നത് നെയ്യാണ്. നെയ്യിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ റെസിപ്പിക്ക് ടേസ്റ്റ് വേറെ ലെവലിലായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഒരുപാട് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാത്തത്. എണ്ണയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് 1 ടീസ്പൂൺ, ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഇതിന് മേലെ തൂവി വിടുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ പൊങ്കൽ റെഡി ആയി കഴിഞ്ഞു. നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റാണിത്. ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ സാമ്പാറാണ്. ഈ ചൂട് പൊങ്കലിൻ്റെ കൂടെ നല്ലൊരു ഫിൽറ്റർ കോഫിയും നല്ല കിടുക്കനൊരു സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ഡേ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ അമ്മമാർക്കൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ഫില്ലിങ്ങുമാണ്. നമ്മൾ കുറേ നേരം ഇത് വിശക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കൽ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.